തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോറിക്ഷകൾക്കെതിരെ വ്യാപക പരാതി. വാടക വിളിച്ചാൽ വിസമ്മതിക്കുന്നതും അപമര്യാദയും പതിവെന്ന് യാത്രക്കാർ. പ്രീപെയ്ഡ് സൗകര്യം പലപ്പോഴും പ്രവർത്തനരഹിതമാണെന്നും ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു വിഭാഗം ഓട്ടോറിക്ഷകൾക്കെതിരെ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ആക്ഷേപവും പരാതിയും ഉയരുന്നത് ഇതാദ്യമല്ല. സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ വാടക വിളിച്ചാൽ ചെറിയ ദൂരമെന്ന് കണ്ടാൽ ഒഴിവാക്കുന്നതും വാഹനത്തിൽ കയറിയവരെ ഇറക്കി വിടുന്നതും പതിവാണെന്നാണ് പരാതി. ചോദ്യം ചെയ്യൽ പോലെയാണ് പലരുടെയും പെരുമാറ്റമെന്നും ഇതിനെതിരെ പ്രതികരിച്ചാൽ കയ്യേറ്റം വരെ എത്തുന്ന സാഹചര്യവും എത്തിപ്പെടാറുണ്ടെന്നാണ് യാത്രക്കാർ പറയുന്നത്. നമ്മളൊരു ഓട്ടോറിക്ഷ കാണിച്ച് നിർത്തി കഴിഞ്ഞാൽ ആദ്യം അവർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. എവിടേക്ക് പോകുന്നു, എത്ര ദൂരം പോകണം എന്നൊക്കെ ചോദിച്ച് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ നമ്മളെ ഓട്ടോറിക്ഷയിൽ കയറ്റുള്ളൂ. നമ്മൾ ചെറിയ ഓട്ടം പറയുകയാണെങ്കിൽ അവർ നമ്മളെ കയറ്റില്ല. ദീർഘദൂര യാത്രയാണ് അവർക്ക് ആവശ്യം. അവരിഷ്ടത്തിനനുസരിച്ച് നമുക്ക് യാത്ര പോകാൻ സാധിക്കില്ലല്ലോ. ഒരു തവണ ഞാൻ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചു. ബലപ്രയോഗത്തിലൂടെയാണ് വാക്തർക്കത്തിൽ ഏർപ്പെട്ട് പോലീസ് സഹായം തേടുമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ എന്നെ ശക്തി സ്റ്റാൻഡിൽ കൊണ്ടിറക്കിയത്. സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് സമീപം പ്രീപെയ്ഡ് കൗണ്ടർ ഉണ്ടെങ്കിൽ പോലും മിക്കപ്പോഴും ഇവയുടെ സേവനം യാത്രക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. അവിടെ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ സംവിധാനം ഉണ്ട്, പക്ഷെ പലപ്പോഴും അവിടെ നമുക്ക് ആ സേവനം ലഭിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ വരും, യു ടേൺ എടുത്ത് പോകും. ഓട്ടോറിക്ഷക്കാരുടെ ഇത്തരം പെരുമാറ്റം കാരണം ദീർഘദൂര യാത്ര കഴിഞ്ഞ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്ക് പലപ്പോഴും ലഗേജുകളുമായി ഏറെ ദൂരം നടന്ന് ബസ് സ്റ്റാൻഡിലും മറ്റുമെത്തി ഇതര ഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഉണ്ടാകാറുള്ളത്. സത്യത്തിൽ ഇപ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങാൻ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മുടെ ലഗേജൊക്കെ തൂക്കി 2-3 കിലോമീറ്റർ ഒക്കെ നടന്നു പോയിട്ട് വേണം ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ബസ്സോ കിട്ടാൻ എന്നുള്ള അവസ്ഥയാണ്. ഇതിനെല്ലാമെതിരെ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഇപ്പോഴും പലയിടത്തും പരാതിപ്പെട്ടെങ്കിലും ഒരു നടപടി ഉണ്ടായതായിട്ട് കാണുന്നില്ല. അതിലൊരു നടപടി അത്യാവശ്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ വന്നിറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങുന്നവർക്ക് ശക്തി സ്റ്റാൻഡിലേക്കോ വടക്കേ സ്റ്റാൻഡിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ പുലർത്തി വരുന്ന ഒരു നിലപാട് ഇതാണ്. പതിവായിട്ടുള്ള ഒരു കാഴ്ചയാണത്. അതിലൊരു നടപടി വളരെ അത്യാവശ്യമാണ്. പ്രീപെയ്ഡ് സേവനങ്ങൾ പൂർണ്ണ സമയവും യാത്രക്കാർക്ക് ഉറപ്പുവരുത്തിയും യാത്രക്കാരെ വലയ്ക്കുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചും പ്രശ്നം പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ.